നമ്മളുടെ പ്രാന്തനും നമ്മളും ദേ ഇങ്ങനെ മഞ്ഞിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ഗൈസ്. ഞാൻ ഒറ്റയ്ക്ക് ഈ മഞ്ഞിൽ പെട്ടുപോയി. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഇവിടെ നടക്കുന്നത്? വീണ്ടും വീണ്ടും നമ്മൾ കാണുന്നത് എന്താണ്? ഓഹോ പെയ്യാണ് പെയ്യ. എന്തൊക്കെ നടക്കും എന്നുള്ളത് അറിയില്ല. എന്തായാലും ഒക്കെ ആളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ കുറെ എന്താ പറയാ കൊറേ ആൾക്കാരുണ്ട്. ഞങ്ങള് നമ്മുടെ ചാനലിനൊക്കെ പോയിട്ടുണ്ട് കേട്ടാ. അപ്പൊ എന്തായാലും എന്താ പറയാ, ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഇൻട്രോ അടിച്ച് നമ്മളിവിടെ കാര്യങ്ങളൊന്നും പൊരിക്കാൻ പോവാ. ഇത് ലേശം കുറഞ്ഞിട്ട് വേണം നമുക്ക് പൊളിക്കാനായിട്ട്. പക്ഷെ എന്താ പറയാ, ഇത് എപ്പോ കുറയും എങ്ങനെയാന്നുള്ളതൊന്നും അറിയില്ല. അടിപൊളിയാണ് കേട്ടാ, അടിപൊളി. നോക്കൂ നോക്കൂ. ഇവിടെ വന്നപ്പോഴും നമ്മൾ കുറച്ച് കൂട്ടുകാരെ കണ്ടു. കൂട്ടുകാർ പഞ്ചാബി ആൾക്കാരാണ്. 1 2 3 കുറേ ആൾക്കാരുകളുണ്ട്. അപ്പോൾ ഞാൻ അവരായിട്ടൊക്കെ ഒന്ന് വർത്താനം പറയായിരുന്നു. എനിക്ക് രാവിലെ ചായ തന്നു, അതുപോലെ തന്നെ റസ്ക് തന്നു. അപ്പോൾ ഇതൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ ഇവരൊക്കെ ആയിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ഇവിടെ നിൽക്കുകയായിരുന്നു. ഈ പയ്യന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാവരും ഓടിച്ചൊന്ന് പരിചയപ്പെടാം. നാം मोहम्मद शादाब, जतिंदर सिंह पटियाला, जसप्रीत सिंह पटियाला, कुलदीप सिंह पटियाला, ताज मोहम्मद नालागढ़, रमन बद्दी, खान रेडू, असलम नालागढ़, सैफ बद्दी, अजय नालागढ़ ബദ്ദി. ഇവര് നോക്കി ഇവിടെ അടിപൊളി മ്യൂസിക് ഒക്കെ വെച്ച് എൻജോയ് ചെയ്യാണ് അടിപൊളിയായിട്ട്. അതേപോലെ കിച്ചൺ പരിപാടിയും ഫുഡ് പരിപാടിയും ഒക്കെ ഉണ്ട്. ഇവിടെ എല്ലാ പരിപാടിയും പൊള്ളിച്ചടിച്ച് വേറൊരു യൂട്യൂബറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സിംഗ് ആണ്. അപ്പോൾ ആളുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ट्रैवलर किंग എന്നാണ് പേര്. ആളുടെ പേര് നമുക്ക് ചോദിച്ചു നോക്കാം. നാം बताओ. जतिंदर सिंह। और मेरे चैनल का नाम है ट्रैवलर किंग। ट्रैवलर किंग जरूर सब्सक्राइब करना और वीडियोस देखना और लाइक कमेंट शेयर कर देना. भैया के चैनल को भी सब्सक्राइब करें, लाइक करें, शेयर करें. थैंक यू. അപ്പോൾ ആളെ കണ്ട് കുറേ നേരം ഞങ്ങൾ വർത്താനം പറഞ്ഞു. നമ്മുടെ കാറും അതുപോലെ തന്നെ എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ആളും ചെയ്തു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം കൂടി വർത്താനം പറഞ്ഞ് അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അറിയാവുന്ന ഹിന്ദി വെച്ച് തട്ടി വിട്ടിരിക്കുകയാണ്. ഓക്കെ.
എന്താ പറയാ, ഹോ അടിപൊളി. നമുക്ക് കുറച്ച് നേരം എൻജോയ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എന്റർടൈൻമെന്റ് പറ്റിയ ചെയ്യാം. ഇല്ലെങ്കിൽ സ്നോഫോളിൽ കുറേ നേരം കളിച്ച് ഇങ്ങനെ നിൽക്കാം. പോലീസുകാർ ഇവിടുന്ന് എല്ലാവരും പറഞ്ഞു വിടുകയാണ് ഗൈസ്. ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് അടൽ ടണലിൻ്റെ അവിടേക്ക് ഇന്നും നമുക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതേ ടണലിൻ്റെ അവിടെയൊക്കെ അവിടേക്ക് പോകുന്ന വഴിയൊക്കെ അടച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് ഇവിടുന്ന് വണ്ടിയൊക്കെ തിരിച്ചു വിടുക. ഫുള്ള് റോട്ടിൽ സ്കിഡാവാനുള്ള ചാൻസ് കൂടുതലാണ് വണ്ടികൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റോട്ടിൽ ഫുൾ ഐസായി തുടങ്ങി വീണ്ടും. അപ്പോൾ ബ്രേക്ക് കിട്ടിയാലൊന്നും നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് വണ്ടിയൊക്കെ തിരിച്ചു വിടുകയാണ്. അപ്പോൾ അന്തരീക്ഷം കണ്ടില്ലേ, ഞാനിവിടെ നിന്ന് കുറച്ച് നേരക്കടി അടിച്ചു പൊളിച്ചിട്ട് ഞാനങ്ങ് പോവും. ഓക്കെ, നമ്മുടെ പ്രാന്തനെയൊക്കെ കാണാം. ഹായ് ഹായ് ഹായ്. ടയറമ്മിടാനുള്ള ചങ്ങല കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് പേടിക്കണ്ട, പിന്നെ ധൈര്യമായിട്ട് പോവായിരുന്നു. വണ്ടി സ്കിഡാവില്ലല്ലോ. ഓ, നമ്മുടെ പ്രാന്തം കിടക്കണ കിടപ്പ് നോക്ക് ഗൈസ്. ഇനി പ്രാന്തനിലൊന്ന് കയറി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യട്ടെ. പോലീസുകാർ എല്ലാവരും ഓടിക്കുകയാണ്. ഇതേ കണ്ടു ഗൈസ്. ഇപ്പം ഇവിടുത്തെ ടെമ്പറേച്ചർ കാണിക്കുന്നത് 8. അത് രാത്രി 18 വരെ ആവുമെന്നാണ് കേട്ടോ പറയണത്. 18 വരെയൊക്കെ നമ്മളിവിടെ നിന്നെങ്കിൽ മരിച്ചു പോകും ചിലപ്പോൾ, പറയാൻ പറ്റില്ല. വണ്ടി തന്നെ തണുത്ത് മരിച്ചു പോയ അവസ്ഥയാണ്. വണ്ടിക്കൊന്നും പറയാൻ പറ്റാത്ത കാരണം പ്രാന്തനിങ്ങനെ പ്രാന്തായിട്ട് നിൽക്കുകയാണ്. നമുക്ക് പിന്നെ ഇപ്പോൾ ആരോട് എന്ത് പറയാൻ, നമ്മളും ഇങ്ങനെ തണുത്ത് വിറച്ച് നിൽക്കുകയാണ് ഗൈസ്. ഓ ഓ ഓ ഓ ഫ്രണ്ട് ഗ്ലാസിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടോ ഗൈസ്. എൻ്റെ അമ്മോ, ഞാൻ വൈപ്പർ ഇട്ട് കാണിച്ചു തരാട്ടാ. ഓ, എങ്ങനെയുണ്ട് ഗൈസ്. ആഗ്രഹം ഫുൾ തീർന്നു. ഇനി നമുക്ക് കിട്ടാവുന്ന സ്പീഡിൽ ഇവിടുന്ന് വിടുകയാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, വണ്ടിയും അതുപോലെ നിൽക്കുന്ന സ്ഥലങ്ങളും എല്ലാം ഫുൾ ഐസായി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നീങ്ങാം, അതാണ് നല്ലത്. അതേപോലെ വണ്ടി ഇനി പോകാൻ പറ്റില്ല എന്നുള്ളത് അറിയില്ല. കണ്ടോ, നമ്മുടെ പ്രാന്തൻ്റെ അടിയിൽ മാത്രമാണ് മഞ്ഞില്ലാത്തുള്ളൂ, ബാക്കി മുഴുവൻ മഞ്ഞ. ഇവിടെ ഒരു കാറ് കിടക്കണ്ടായിരുന്നു, ആ സ്പോട്ട് പ്ലെയിനാണ്. ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവൻ മഞ്ഞിൽ പൊതിഞ്ഞു എന്ന് പറയില്ലേ, കട്ടിയായിട്ടങ്ങ് വന്ന് പൊതിഞ്ഞു വണ്ടിമേ. ഓഹോ ഹോ ഹോ, കണ്ടോ, നമ്മൾ നിന്നിരുന്ന സ്ഥലങ്ങളൊക്കെ ഈ നിലയ്ക്കായി. എല്ലാം മഞ്ഞ് മൂടി തവിട്ട് പൊട്ടിയായി. ഓയ് ഹോ, അന്യായ വ്യൂ ആയി. വ്യൂ എന്ന് പറയാൻ പറ്റില്ല, ഒന്നും കാണാനില്ലാണ്ടായി തുടങ്ങി. മഞ്ഞ് പെയ്ത് ഇനിയിപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കൂടി നിന്നാൽ നമുക്ക് തിരിച്ച് താഴത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിടുവാണ് കേട്ടോ. ഇതേ ഈ ഓൾട്ടൊക്കെ നോക്കൂ, ഒമിനിയൊക്കെ നോക്കൂ, താഴത്തേക്ക് നോക്കൂ, റോഡ് നോക്കൂ. ഇതിൽ നമ്മൾ പോകണ്ടേ? ഇനി എങ്ങനെ പോകും നമ്മൾ? ഹോ 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 ഹോ, മഞ്ഞ് പെയ്യുന്ന വഴിയിലൂടെ നമ്മൾ വണ്ടി ഓടിക്കുകയാണ് ഗൈസ്. ഓ, നമ്മുടെ പ്രാന്തനപ്പം അങ്ങനെ മഞ്ഞിലൂടെയും പരീക്ഷിച്ചു നോക്കി ഡ്രൈവിങ്. ഓഹോ, മഞ്ഞിലൂടെ പോകുമ്പോഴേ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ സ്കിഡായിട്ട് വല്ല വഴിക്കും പോകട്ടോ. അപ്പം മെല്ലെ പോകാൻ പാടുള്ളൂ കേട്ടോ. വണ്ടികൾ മുഴുവൻ ഇവിടെ ബ്ലോക്ക് ആയിട്ടുള്ള കാരണേ ഇവർ പറയണേ വണ്ടി ഇവിടെ തന്നെ ഒതുക്കിയിട. അവർ പറഞ്ഞിട്ട്, പോലീസ് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് അനക്കാൻ മതി, ഒതുക്കിയിടാനാണ് കേട്ടോ പറയണത്. ഇപ്പോൾ പോകണ്ട താഴത്തേക്കെന്ന് പറയണത്. വണ്ടികൾ ബ്രേക്ക് ചവിട്ടുമ്പോഴേ പോയി കൂട്ടിയിടിച്ചിട്ട് ആകെ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന്.
കൂട്ടുകാരെ കിട്ടിയിരിക്കുകയാണ് നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ ഞാൻ പോലോ അടിപൊളി അടിപൊളി കേട്ടോ. നമ്മൾ വേറൊരു ലോകത്തിൽ എത്തിക്കഴിഞ്ഞു ഗൈസ്. വേറൊരു ലോകത്തിൽ എത്തിക്കഴിഞ്ഞു. ഒന്നും പറയാനില്ല ഗൈസ്. പൊളി 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 പൊളി. അല്ലാണ്ട് വേറെ എന്താ പറയുക ഇവിടെ വെച്ചിട്ട്. ഓ അതുപോലെയുള്ള കാര്യങ്ങൾ. ഞാൻ നിൽക്കുന്ന സ്ഥലം വരെ കണ്ടില്ലേ. ലൈഫിൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് നമ്മുടെ പ്രാന്തം വരെ തോറ്റു മടുത്തു. അപ്പം ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. കയറാം, വണ്ടിയിൽ കയറാം. തണവുന്നൊരു ഫീല് ചെയ്യുന്നേ ഇല്ല കേട്ടോ. നമ്മളിവിടെ അടിച്ച് പൊളിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീലിങ്സേ ഇല്ല. എന്താ പറയുക, ഒരു ജിപ്സി ചേട്ടനൊക്കെ കിടക്കണോക്കിയേ. ജിപ്സി കിടക്കണോ. ഒരു ബൈക്കിൻ്റെ കോലം നോക്കൂ. പ്രാന്തനൊക്കെ മഞ്ഞ് മൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ പോണു മഞ്ഞൊക്കെ മേത്താക്കിയിട്ട് ആർക്കും ഒരു കുഴപ്പമില്ല. ഹായ് ഹായ്. അപ്പം അങ്ങനെ കാര്യങ്ങൾ. പ്രാന്തൻ ഇവിടെ റെഡി. പ്രാന്തനൊക്കെ കിടക്കുന്ന സ്ഥലം ഇത്ര അധികം അലമ്പായിട്ടാ. ഇനിയിപ്പോൾ നമുക്ക് പോകാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. എന്തായാലും ഇവിടെ തന്നെ പെടുമെന്നാണ് എനിക്ക് തോന്നണത് ലക്ഷണം കണ്ടിട്ട്. അവസ്ഥകളാകെ മാറി, കാര്യങ്ങളും ആകെ മാറി. ഞാൻ ഒറ്റയ്ക്ക് ഈ മഞ്ഞിൽ പെട്ടുപോയി. എനിക്കറിയില്ല ഇനിയിപ്പോൾ എന്താവും, പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ മുഴുവൻ സ്റ്റക്കായി. അതുപോലെ മഞ്ഞ് ഫുള്ള് വീണു. ടയറാണെങ്കിൽ കിടന്ന് തിരിയാണ്. അപ്പോൾ എന്തൊക്കെയാവും കാര്യങ്ങളെന്നുള്ളത് അറിയില്ല. പ്രാന്തൻ്റെ ഒരു രൂപമൊക്കെ മാറി. ഞാനൊരു കാര്യം അങ്ങോട്ട് തീരുമാനിച്ചു. ഇനിയിപ്പോൾ വണ്ടി പോകാൻ പറ്റിയില്ലെങ്കിൽ സന്തോഷത്തോട് കൂടിയിട്ട് ഇവിടെ അങ്ങോട്ട് മാക്സിമം എൻജോയ് ചെയ്യുക. മഞ്ഞിൽ തുള്ളി ചാടി എപ്പോൾ പോകാൻ പറ്റുമോ അപ്പോൾ പോയാൽ മതി. നാളെ മറ്റന്നാളോ പിറ്റന്നാളോ എന്നായാലും കുഴപ്പമില്ല. അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ നീങ്ങളില്ല, ടയറൊക്കെ തിരിയാണ്. ഞാൻ എന്തായാലും ഒതുക്കി നിർത്തിയിട്ട് ഇനി എൻജോയ്മെൻറ്റ്. ഓക്കെ.
അകലേതൊരു സ്കോർപ്പിയോ വരുന്നുണ്ട് മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ. നോക്കിയേ ഹായ് ഹായ്. ഇത് അതിൻ്റെ ടയറിൻ്റെ ഉള്ളിൽ ചങ്ങല ചുറ്റിണ്ട് ഫുള്ള് കണ്ടോ മഞ്ഞിക്കട പോണ വണ്ടിയാണത്. ഗൈസ് നമ്മളുടെ പ്രാന്തനും നമ്മളും ദേ ഇങ്ങനെ മഞ്ഞിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ഗൈസ്. എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണം എന്ന്. നമ്മൾ പെട്ടു. നമ്മൾ ഇവിടെ ഒന്നും അല്ലാത്തൊരു സ്ഥലത്തായി പോയി. ഇത് കണ്ടു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാമെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ കിടന്നുറങ്ങുക. എന്നാൽ ഇവിടുത്തെ മഞ്ഞൊക്കെ തീർന്ന് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പോവാം. അതാണ് ഞാൻ വിചാരിക്കണത്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും നടക്കുമെന്ന് തോന്നണില്ല ഗൈസ്. പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. അവിടുത്തെ അവസ്ഥകൾ ആകെ മാറി. പെട്ടു. നമ്മുടെ പ്രാന്തനൊക്കെ ലൈറ്റിട്ട് ഇതിൻ്റെ ഒരു ലുക്ക് ബേസ് നോക്കിയാൽ നിങ്ങൾ പ്രാന്തനെ ഒന്ന് നോക്കിയേ. പ്രാന്തം മഞ്ഞിലൊക്കെ ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. ഗ്ലാസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വൈപ്പർ ഇടുകയാണ്. മുകളിൽ നിന്നൊക്കെ തൊപ്പി വെച്ച പോലെയായി ഫുള്ള്. ഒരു രക്ഷയില്ല ഗൈസ്. പ്രാന്തനൊക്കെ മഞ്ഞിൽ പെട്ടു എന്ന് പറയില്ലേ, അതേപോലെയായി. ചേട്ടന്മാരൊക്കെ ബുള്ളറ്റ് തള്ളിയിട്ടാണ് പോണത്. കേരള എപ്പോ റിട്ടേൺ தெரியாது. கேரளால இருந்து காரா? கேரளா இருந்து காரா? எத்தனை நாள்? സിംഗിളാ? നിങ്ങൾ തമിഴാ? തമിഴാ. രണ്ടുപേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അണ്ണാച്ചിമാരാണ്. എവിടെയാണ് സ്ഥലം? ചെന്നൈ. ചെന്നൈയിലുള്ള രണ്ടുപേരാണ്. സെന്തിൽകുമാർ, ഗണേഷ്. അപ്പൊ ഇവർ രണ്ടുപേരും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ട്രാവൽ ബ്രോസ്. എല്ലാവരും കണ്ടോളൂ കേട്ടോ. അപ്പൊ ട്രാവൽ ബ്രോസ് കാണും. നമ്മുടെ ചില്ലിലൊക്കെ നിറച്ചും വെള്ളമായിട്ടുള്ളതുകൊണ്ട് ക്ലിയർ ആണോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇവര് നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ്. അത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് പറയണേ. ഓക്കെ, നമ്മളിവിടെ പെട്ട് കിടക്കാം. ഇവരിവിടെ ബൈക്ക് ഉന്തി രക്ഷപ്പെടാൻ നോക്കാണ്. ഓക്കെ ഗായ്സ്, നമ്മൾ ശരിക്കും പെട്ടു ഗായ്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ വരവിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൽട്ട് ടണൽ കാണുക എന്നുള്ളതായിരുന്നു. രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ. രാവിലെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരക്കില്ലാണ്ട് അങ്ങോട്ട് പോവാലോ എന്നുള്ളതൊക്കെ ആയിരുന്നു എന്റെ ഉദ്ദേശം. പക്ഷെ ഇവിടെ ബ്ലോക്ക് ചെയ്ത കാരണം പോകാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒതുക്കി നിർത്തി എപ്പോഴാണ് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ പോവാം എന്നുള്ളൊരു കണ്ടീഷനിലൊക്കെ നിർത്തിയതായിരുന്നു. പക്ഷെ എല്ലാ പണി പാളി. 3 മണിയൊക്കെ ആയപ്പോ ഇവിടുന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്. വണ്ടികളുടെ തിരക്ക് കാരണം നമുക്ക് ഏറ്റവും ബാക്കിലായിരുന്നു നമ്മള്. അപ്പൊ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പൊ എല്ലാ വണ്ടികളും പോയിട്ട് മെല്ലെ ഇറങ്ങാം എന്നുള്ള ഒരു കണ്ടീഷനിൽ നിന്നപ്പോഴേക്കും സ്നോഫോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൂടിയതിന് ശേഷം പിന്നെ വണ്ടി താഴേക്ക് പോകാൻ പറ്റാണ്ടായി. പോയ വണ്ടികൾക്കും പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞപ്പോ നിലവിൽ ഇവിടെ സ്റ്റക്കായിട്ട് ഇപ്പൊ സമയം 11:45. ഇതേവരെ ഒരു രക്ഷയില്ല. സ്നോഫോൾ കുറയുകയാണെങ്കിൽ പോലീസ് ഫോൺ വിളിക്കും. ആ സമയത്ത് ഇറങ്ങിയാൽ മതി. കുറേ വണ്ടിക്കാർ കിടക്കണ്ട അപ്പുറത്ത് ഇപ്പുറത്തേക്ക്. ആരും കാണാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കണമുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താവും എന്നുള്ളതൊന്നും അറിയില്ല. നാളെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കാണാം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് പേടിയൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഉള്ളിൽ നമ്മളിത് ഫുള്ള് ടെമ്പറേച്ചർ ഹീറ്റർ ഇട്ടിട്ട് നമ്മൾ കിടന്നുറങ്ങാണ്. ഇപ്പൊ എവിടെയായാലും നമ്മൾ വണ്ടിയുടെ ഉള്ളിലാണ് കിടന്നുറങ്ങണത്. ഇതിപ്പോ ഇങ്ങനെ ഒരു സ്ഥലത്താണെന്ന് മാത്രം, പേടിക്കാനൊന്നുമില്ല. അപ്പൊ എന്തായാലും ഇവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങാൻ പോവാണ്. നാളെ എന്താവും എന്നുള്ളത് ഒന്നും അറിയില്ല.
നാളെ കാണാൻ പറ്റും. എന്താ കാണാൻ പറ്റാണ്ടിരിക്കാൻ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറയാം, ഗേസ് നാളെ കാണാൻ പറ്റുമോ ഗേസ്, ചിലപ്പോൾ മരിച്ചു പോയാലോ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലാണ്ട് വേറെ യാതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ കിടന്നുറങ്ങാനാണ് പോണത്. നാളെ രാവിലെ ഈ കിടന്നുറങ്ങിയ സ്പോട്ട് ഒന്ന് കാണിച്ചു തരാം. നാളെ രാവിലെ മഞ്ഞ് കുറഞ്ഞില്ല, അതുപോലെ തന്നെ മഴ പെയ്തിട്ടില്ലെങ്കിൽ ഈ കിടന്ന സ്പോട്ടിൽ വണ്ടിയൊക്കെ ഫുള്ള് മൂടിയുണ്ടാവും. ആ നിലയ്ക്ക് മഞ്ഞ് പെയ്തിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പം ഞാനും പുറത്തേക്ക് ഇറങ്ങണില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കയറിയിരുന്ന ഒരു 7 മണിക്ക് കയറിയിരുന്ന ഫുഡ് കിട്ടിയിട്ടില്ല. ഫുഡിൻ്റെ പരിപാടി ഇല്ല. ഫുഡില്ലെങ്കിൽ കുഴപ്പമില്ല. വണ്ടിയിൽ അല്ലറ ചില്ലറ സാധനങ്ങൾ, കഴിഞ്ഞ ദിവസത്തെ ആപ്പിൾ ഒരു 5-6 കിടക്കണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ അടിച്ചു. പിന്നെ ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു, അതും തട്ടി. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഹാപ്പി ആയിട്ട് കിടന്ന് ഉറങ്ങാനുള്ള പരിപാടി നോക്കിയാണ്. അപ്പോൾ സന്തോഷമായിട്ട്, ഇങ്ങനൊരു പേടിപ്പെടുത്തുന്ന സ്ഥലത്ത് സന്തോഷമായിട്ടാണ് ഞാൻ നിങ്ങളോട് ഗുഡ് നൈറ്റ് പറയുന്നതും അതേപോലെ തന്നെ വീഡിയോ അവസാനിപ്പിക്കാൻ പോകുന്നതും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ സംഭവങ്ങളും ചെയ്ത് നമ്മളുടെ ചാനലിനെ ഒന്ന് പൊക്കണം. അപ്പോൾ നാളെ കാണാം. ബൈ 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 ബൈ. ഞാൻ നിങ്ങളെ പുറത്തുനിന്ന് കാണിക്കാം ജസ്റ്റ്. ഇതാണ് കേട്ടോ അവസ്ഥ. സ്നോഫോൾ പെയ്തുകൊണ്ടിരിക്കുന്നു. ദേ ഇവിടെ ഒരു കാറ് കിടക്കുന്നു, അവിടെ ഒരു കാറ് കിടക്കുന്നു. എനിക്ക് ഫ്രണ്ടിലേക്ക് ഡോർ തുറന്നാൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ വണ്ടിയുടെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല. താഴ്വശത്തൊക്കെ എന്തൊരു ഐസ് ഉണ്ടെന്ന് അറിയില്ല. നമ്മുടെ പ്രാന്തൻ്റെ അവസ്ഥയൊന്നും പ്രാന്തനൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ശരി, ഗുഡ് നൈറ്റ്.